ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ ക്വിറ്റ് ചെയ്യുന്നോ? പ്രൊമോ കണ്ടോ? BB+ന് ശേഷം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, നെവിൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ പ്രൊമോ കണ്ടിരുന്നോ? ബിഗ് ബോസ് പ്ലസിന് ശേഷം എന്റെ പൊന്നോ, ഒരു വാക്ക് തർക്കമാണ് ഉണ്ടാകുന്നത്. അനുമോളോട് നെവിൻ പറയാണ്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കുറേ വാക്തർക്കങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, നെവിനെ ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ പ്രധാന വാതിലൂടെ പുറത്തു വരാം എന്ന് പറയുന്നു. ബാക്കിയുള്ള ആൾക്കാർ, ബാക്കിയുള്ള ആണുങ്ങൾ, മെയിൽ കണ്ടസ്റ്റൻസ് നെവിനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആദില പറയുന്നുണ്ട്, നിനക്ക് പോവാനാണെങ്കിൽ പോകാനുള്ള ഗട്ട്സ് ആദ്യം കാണിക്കുക എന്ന് പറയുന്നു. നെവിൻ പ്രൊവോക്ക് ആവുന്നു. അതുപോലെ ആരുടെ വാക്ക് കേൾക്കാതെ നെവിൻ ബിഗ് ബോസ് വാതിൽ ഉറക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ പ്രധാന വാതില് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രധാന വാതിലിലേക്ക് നെവിൻ ഓടി പോവുകയാണ്. ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ പോവുകയാണ്. ഇതാണ് പ്രൊമോ. നമ്മളിപ്പോ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നെവിൻ ക്വിറ്റ് ചെയ്യുന്നെന്ന്. ഇതുവരെയായിട്ടും എന്താണ് സംഭവം എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ അറിഞ്ഞത് ആദിലയും നൂറയുടെയും കേസിലാണ്. LGBTQ-ക്കെതിരെ എന്നുവെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഈ നെവിൻ എന്തോ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ടായി. അപ്പൊ ആദില നൂറയ്ക്ക് എതിരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുകൊണ്ട് പ്രധാന വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത്. നെവിൻ ക്വിറ്റ് ചെയ്താൽ എന്തായിരിക്കും വീടിന്റെ അവസ്ഥ? നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. പിന്നെ ഞാൻ വിചാരിച്ചു ജിസയില് എൻ്റെ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പ്രൊമോ ആയിരിക്കും വരുന്നത്, കാരണം അതാണല്ലോ കുറച്ചും കൂടി പവർ വരുന്നത്. ഇപ്പൊ സാറിൽ നെവിൻ്റെ ഒരു ഇത് വന്നു. ഇനി ചിലപ്പോ 8 മണിക്കൂർ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ യൂട്യൂബിൽ വേറൊരു പ്രൊമോ വരുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അനുമോളെ പറ്റി പറയാനുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നേക്കും.